10 വർഷത്തെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു എൻഡ് ഡേ ആണ്. ഓൾമോസ്റ്റ് 8 months എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് മാരേജ്. സനിധ പമദനിക പമഗരിസ സനിധ പമദനിക പമഗരിസ മദനിക പസനിധ പമദനിക പമഗരിസ റിമ ഗരി മദനിക പസനിധ പസനി മഗരിസ നിസ സഗരി മഗരിസ നിസ പമ സഗരി മഗരിസ നിസ ഗരി മഗരിസ നിസ ഗരി മഗരിസ നിസ ഗരി മഗരിസ. എനിക്ക് ആദ്യമായിട്ട് ലവേഴ്സ് ഫസ്റ്റ് ആയിട്ട് തോന്നിയത്, ഞങ്ങൾ പരസ്പരം അറിയില്ലെങ്കിലും എനിക്ക് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുമിച്ച് സ്കൂളിലുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സായി, പിന്നെ ഇഷ്ടത്തിലായി. ഒരുപാട് കാലം കാത്തിരുന്ന് ഡ്രീം കം ട്രൂ ആണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ അവർ സ്പെഷ്യൽ ഡേ. സമയം ശ്രദ്ധിക്കണം. കുറെ നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ബിഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കുറെ നാളായിട്ട് ഞങ്ങൾ കുറെ പ്ലാനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന. അങ്ങനെയല്ല, ഞങ്ങളുടെ മൂത്തേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് എല്ലാം ആണ്. അപ്പൊ ചേച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടത്തിന് ചേച്ചിയുടെ ഏറ്റവും വലിയ ഡേ. അപ്പൊ അതിപ്പോ എങ്ങനെ പറയാൻ ദേവിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ്. അവിടെ തൊട്ട് ലൈക്ക് ഷി ഹാസ് ബീൻ മൈ എവറിത്തിങ് ഫോർ മീ. സോ യാ, ഇറ്റ്സ് ആക്ച്വലി ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് എവർ ടേക്കൻ ഇൻ മൈ ലൈഫ്. സോ യാ, ഐ എം ഹാപ്പി ദാറ്റ് സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് ഇൻ ഹർ മൈ ലൈഫ്. കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്തും തുറന്നു പറയാനും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഉള്ളത്. വഴക്കായാലും സന്തോഷമായാലും എല്ലാം നന്നായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടിയതിൽ ഐ എം സോ ഹാപ്പി. ഞാൻ വളരെ ലക്കി ആയിട്ട്. ഈവൻ ഫാമിലി ആയാലും എനിക്കൊരു സ്ട്രേഞ്ച് ഫാമിലിക്ക് പോകുന്ന ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതലേ അറിയുന്ന ഫാമിലിക്ക് പോകുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. I don't need to like really welcome her to my life because she has been a part of my life for more than like 10 years. So yeah, but yeah, we are looking forward to a great and like happy married life together. ചെറുപ്പത്തിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇവളും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ചേച്ചി ആണെങ്കിൽ ഏജ് ഡിഫറൻസുകളുണ്ട്. പഠിക്കാനും പോയി. അപ്പൊ പിന്നെ കുറച്ച് ഏജ് ഡിഫറൻസും കാര്യങ്ങളും. പക്ഷെ കുറച്ച് നമ്മൾ വലുതായപ്പോഴാണ് നമ്മളുടെ ബോണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണത്. ഇപ്പൊ ശരിക്കും നമ്മളെല്ലാരും പറയും ഈ മൂത്ത ചേച്ചി വരെ അമ്മയെ പോലെയാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എപ്പോഴും പറയും ഞങ്ങൾക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ. ഞങ്ങൾ എപ്പോഴും മൂന്ന് പേര് എപ്പോഴും എന്തുണ്ടെങ്കിലും DHD എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ എപ്പോഴും ഏറ്റവും ക്ലോസ് ആയിട്ട്.
പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഞാൻ എപ്പോഴും ചേച്ചി ഞങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ചോദിക്കാറുണ്ട്, ഡിസ്കഷൻ വരാറുണ്ട് നമുക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാവുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വൈബ് അറിയണത്. ശരിക്കും ഞങ്ങളുടെ ചേട്ടൻ തന്നെയാണ്, ശരിക്കും എന്താ പറയാ സ്വന്തം ചേട്ടനാണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ ചേച്ചിനെ വിളിക്കും, ചേച്ചിനെ ചേട്ടനെ വിളിക്കുക. ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ ചേട്ടനെ വിളിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്വന്തം ചേട്ടനായിട്ടാണ് കാണുന്നത്. പിന്നെ രാംപ്രസാദ് ഞങ്ങളുടെ കുട്ടേട്ടൻ, അത് ഞങ്ങളിപ്പോ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ലൈഫ് ഹാപ്പി മാരീഡ് ലൈഫ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാൾക്കും. கொஞ்சம் செல்லம்மா சட 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 மழையான வந்தேன் கண்ணம்மா എൻ്റെ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ 2 സിസ്റ്റേഴ്സാണ്. ഞാൻ എന്ത് കരയും പ്ലീസ്, അവരെ ഞാൻ എന്തായാലും മിസ് ചെയ്യും. ഈ ഡേക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ്.